12 Pro Max ആണ് 20 മിനി 12 മിനിയും ഒന്ന് രണ്ട് എല്ലാത്തിനും 2 പീസ് വെച്ച ലോ ബഡ്ജറ്റിൽ ഇത് എത്ര വരും? 4000 രൂപയാണ്. 13 ഒക്കെ 3-4 പീസൊക്കെ ഉണ്ട്. വിലയൊക്കെ നിങ്ങൾ നോക്ക്, മാക്സിമം വില കുറച്ചാണ് പറയണത്. 30 മിനി 2 പീസ് ഉണ്ട് കേട്ടോ. ഒരു മാക്ബുക്ക് ഒക്കെ അത്യാവശ്യം വില കുറവുണ്ട് കേട്ടോ. അതിന് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഏത് വിഭവമാണ് ഇഷ്ടപ്പെട്ടത് അത് 1, 2, 3 വിഭവമൊക്കെ ഉണ്ട്. ആവശ്യം പോലെ എടുത്ത് കഴിച്ചോ. പിന്നെ ഐപാഡ് ഫസ്റ്റ് ജനറേഷനൊക്കെ ഒരു 300-500-4 രൂപ റേഞ്ചിലൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാം. ഐക്ലോഡൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു 5000 രൂപയ്ക്ക് അകത്ത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ്. നത്തിങ് 3A Pro ആണ് സാധനം. ലോ ബഡ്ജറ്റിന് ഐഫോൺ വാങ്ങാൻ ഇരിക്കുന്നതല്ലേ നിങ്ങൾ? അപ്പോൾ അങ്ങനെ നിങ്ങൾ വാങ്ങാനുണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് കണ്ടു നോക്കും. ഒരുപാട് ഐഫോൺ ലോ ബഡ്ജറ്റ് 20,000 റേഞ്ചിൽ 30,000 റേഞ്ചിലേക്ക് അല്ലെങ്കിൽ ഒരു 10 രൂപയ്ക്ക് ഉള്ളിൽ ലോ ബഡ്ജറ്റ് ഐഫോൺ ആവശ്യം ഉണ്ടെങ്കിൽ ഗൈസ് ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണും. അങ്ങനെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ നിന്നുണ്ട്. ഐഫോൺ ഇത് 12 മിനി അല്ലേ? 13 മിനി 12 മിനിയില്ലേ? ഇത് 12 മിനി. അങ്ങനെ വിൽക്കുക. നിങ്ങൾക്ക് ആവശ്യം ഇപ്പോഴും ചോദിക്കുന്ന മോഡലെല്ലാം നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ഇതിന്റെ വിലയും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള പീസ് ആണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്, അത് നമ്പർ ഉണ്ട്, നമ്പറിൽ വിളിച്ച് വിലകളൊക്കെ നോക്കും. പിന്നെ ഐപാഡ് ഇത് സാധനം മാക്ബുക്ക് അതായത് i5. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്ക്, വിലയൊക്കെ പറഞ്ഞിട്ട് നോക്കിയിട്ട് ആവശ്യം ബോക്സ് പീസ് ആണെങ്കിൽ ഏറ്റവും വില പറഞ്ഞ് ആഗ്രഹിക്കുന്നില്ലേ നമ്മളെ ചാനൽ വീഡിയോസിൽ ഒരു 10 രൂപയ്ക്കുള്ള ഐഫോൺ ആഗ്രഹിക്കാതായും ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ വീഡിയോ മുഴുവൻ കണ്ടിട്ട് നമ്മൾ വിളിക്കേ. ഐഫോൺ 12 Pro ആണ്. 512 GB ഒക്കെ സ്റ്റോറേജ് വരുന്നതാണ്. ക്ലീൻ പീസ്, വൃത്തിയുള്ള പീസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പൊ നിങ്ങൾ വാങ്ങുന്ന പൈസക്ക് നല്ല ഗുണനിലവാരം ഉണ്ടാവും അല്ലെ? ഇത് എത്ര വരുന്ന റേറ്റ്? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നമുക്ക് റേറ്റ് ഇത് വരുന്നത് 32,000 ലാഭമാണെങ്കിൽ മാത്രം ഗൈസ് നമ്മള് മാക്സിമം നമുക്ക് കിട്ടുന്ന പ്രൈസിൽ നിന്ന് വളരെ ലോ ബഡ്ജറ്റാണ് നിങ്ങൾക്ക് സാധനം അല്ലേ? നമ്മൾ വലിയ ലാഭം എടുത്തെന്നുള്ള വില ഒന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യും. വേറെ രണ്ട് മോഡൽ തന്നെ ഇത് രണ്ടും ഒരു മോഡലാണ്. 256 ഉണ്ട്, 2 പീസ് ഉണ്ട് അല്ലേ? ഓക്കെ. അടുത്ത പിന്നെ ഐഫോൺ 14 കുറെ പീസ് ഇരിപ്പുണ്ട് നമ്മളതിൽ. 14 ഒക്കെ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. നല്ല ക്ലീൻ പീസാണ്. എല്ലാ കളറും ഉണ്ട്, വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ. എന്തായാലും സ്റ്റാർട്ടിംഗ് എത്ര സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര? സ്റ്റാർട്ടിംഗ് 28 തൊട്ട് സ്റ്റാർട്ടിംഗ്. 28 ഐഫോൺ 14 അല്ലേ? ഐഫോൺ 14. അത് ഐഫോൺ 13 വാറന്റി ഉള്ളതാണ്. ഇത് വാറന്റി ഉള്ള അല്ലേ? പിന്നെ 12 2 പീസ് ഉണ്ട്. ഇത് അതൊക്കെ 13 ആണ്. 13 സ്റ്റാർട്ടിംഗ് പ്രൈസ് എത്ര? 13 ഒക്കെ 23 രൂപ തൊട്ട് സ്റ്റാർട്ടിംഗ് ഉണ്ട്. 23. ഇതാണെങ്കിലോ 11 Pro വരുമ്പോൾ 18. 11 Pro ഒരുപാട് ചോദിക്കുന്ന മോഡലാണ്. ഇന്ന് ഇപ്പൊ വിളിക്കാറുണ്ട് 11 Proനൊക്കെ വേണ്ടിയിട്ട്. എത്ര? 18 256 സ്റ്റോറേജ് അല്ലേ? ബാറ്ററി എന്തെങ്കിലും ചേഞ്ച് ചെയ്തോ? ഒന്നും ചേഞ്ച് ചെയ്തിട്ടില്ല. ക്ലീൻ പീസ് പൊളിച്ചിട്ടില്ല. ഇല്ല 18 രൂപ ലാഭം അല്ലേ? കമന്റ് ചെയ്യേ. പിന്നെ 12 മിനിയാണ്. 12 മിനി കുറെ പേര് ചോദിക്കുന്നുണ്ട്. ഒരുപാട് ചോദിക്കുന്ന മോഡൽ. 5G സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, നമുക്ക് ഏറ്റവും വില കുറച്ച് കൊടുക്കാൻ പറ്റും. 5G സ്റ്റാർട്ടിങ് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. എനിക്ക് ഐഫോൺ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾ ഉപയോഗിക്കുന്നവര് പറയുമ്പോ ഇത് 5G സ്റ്റാർട്ടിംഗ് സെറ്റ് ആണ് കേട്ടാ. അറിഞ്ഞൂടാതാണ് ഈ പണിക്കിറങ്ങിയിരിക്കുന്നത്. 16,500 കൊടുക്കാം. 16,500 5G ഐഫോണിന്റെ 5G 16,500 രൂപയ്ക്ക്. അപ്പം മറ്റേ 30 മിനിയാ? രണ്ടിലും ഒരുപാട് കൊള്ളാല്ലേ? രണ്ടും വ്യത്യാസം ഉണ്ടല്ലേ? കാഴ്ചക്ക് നല്ല വ്യത്യാസമുള്ള സെറ്റാണ്. കൊള്ളാം. വേറെ വെറൈറ്റി ആയിട്ട് ലോ ബഡ്ജറ്റ് സ്റ്റാർട്ടിംഗ് പ്രൈസ് ലോ ബഡ്ജറ്റിൽ ഇത് എത്ര വരും? 4,000 രൂപയാണ്. ഒരു 10 രൂപയ്ക്ക് താഴെ നിങ്ങൾ ഒരു ഫോൺ ആഗ്രഹിക്കുന്നത് 4,000 രൂപയ്ക്ക് ഐഫോൺ 7 4 രൂപ റേഞ്ചില്, 5 രൂപ റേഞ്ചിലും 7 ഉണ്ട്, 6 രൂപ റേഞ്ചിലും 7 ഉണ്ട് അല്ലേ? ഒരു ക്വാളിറ്റി എന്ന് വെച്ചാല് വില മാറുന്നവരും അതിന്റെ ക്വാളിറ്റിക്ക് വ്യത്യാസം വരും അല്ലെ? ഇപ്പം 4 രൂപയ്ക്ക് ഐഫോൺ 7 എന്ന് പറഞ്ഞ് ചാടി പിടിച്ചിങ്ങ് വന്നതല്ലേ? വിളിച്ച് അന്വേഷിക്കണം അതിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അത് സംഭവം ബാറ്ററി ചേഞ്ചറാണ് എല്ലാം നോക്കിയിട്ട്. അപ്പം അതിനനുസരിച്ച് വിലയും മാറും. നിങ്ങൾക്ക് അടിപൊളിയായിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല, പക്ക കണ്ടീഷനിൽ ഉപയോഗിക്കാനാണെങ്കിൽ അല്ലെ വില മാറും. അല്ല എന്തെങ്കിലും ചെറിയ ചെറിയ ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ഏറ്റവും വില കുറച്ച് തരും. ഒരു ഇതില്ല, നല്ല വില കുറച്ച് തരും. നിങ്ങൾ കൊണ്ടുപോയി റെഡിയാക്കിയൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ സാധനങ്ങൾ നമ്മുടെ അടുത്തുണ്ട്. നമ്മൾ അതൊന്നും ഇപ്പൊ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നില്ല.
ഇത് കൊള്ളാം, നല്ല കണ്ടീഷനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സെറ്റ്. പിന്നെ നിങ്ങൾക്ക് ആഡംബരമായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ സാധനം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് 12 Pro Max. 12 Pro Max എന്തെങ്കിലും ഉണ്ട്, 26 രൂപ. വില കുറഞ്ഞ ഇപ്പൊ. എത്ര സ്റ്റോറേജ്, എത്ര? 256 സ്റ്റോറേജ് ഉണ്ട്. 12 Pro Max ആണ് 26 രൂപ. എനിക്ക് കൊള്ളാൻ തോന്നുന്നു കേട്ടാ. ഇങ്ങനെയാണെങ്കിൽ ഞാൻ പോകുമ്പോ 2 ഐഫോണും കൊണ്ടേ പോകുള്ളൂ ഇവിടുന്ന്. നോക്കിക്കോ. വേറെ ഇത് എക്സ് 8+ എത്ര? ഇത് XR നമുക്കൊരു 12 രൂപ 11 രൂപ. ഇതിൽ പൗച്ച് കൂടെ ഫ്രീ ആയിട്ട് കൊടുക്കും അല്ലേ? ഒന്ന് ഇളക്കി കാണിച്ചു കൊടുക്കാം. XR 12 റേഞ്ചിൽ നല്ല ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരുന്ന സാധനം 12 രൂപ റേഞ്ചാണ് വരുന്നത്. വിലയൊക്കെ നിങ്ങൾ നോക്ക്. നമ്മൾ മാക്സിമം വില കുറച്ചാണ് പറയണത്. ഇതിലും വില കുറവുണ്ടെന്ന് ചിലർ കമന്റ് ബോക്സിൽ പറയും ഇതിലും വില കുറച്ച് അവിടെ കൊടുക്കുമെന്ന് പറയും. നമ്മളാണ് ഏറ്റവും വില കൂടുതൽ നമ്മൾ പറയുന്നില്ല. എന്നാൽ നമ്മളെ കിട്ടിയ പ്രൈസിൽ നല്ല അതിന്റെ ബോഡി കണ്ടീഷനും വർക്കിംഗ് കണ്ടീഷനും ബെസ്റ്റ് ക്വാളിറ്റി ഐഫോണിലാണ് ഇരിക്കുന്നത്. മാക്ബുക്ക് ഒക്കെ അത്യാവശ്യം വില കുറവുണ്ട് കേട്ടോ. 1-2 പീസൊക്കെ ഉള്ളൂ, എന്നാലും വിലയും കുറവുള്ളതുകൊണ്ടാണ്. ഓൾഡ് മോഡലാണ്. കുറച്ച് യൂസ്ഡ് സാധനമായിട്ട് ആ ഒരു ചെറിയ സ്ക്രാച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ 12 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. കൊള്ളാം. പിന്നെ ഐപാഡ് ഫസ്റ്റ് ജനറേഷനൊക്കെ ഒരു 3,500-4 രൂപ റേഞ്ചിലൊക്കെ അത്യാവശ്യം നല്ല ഐപാഡുകൾ. പിന്നെ ഐക്ലോഡൊന്നും ഇല്ല കേട്ടോ. ഒരു 64 സ്റ്റോറേജിലൊക്കെ നോക്കാവേ. ഇതൊക്കെ വന്നിട്ട് 64 ആണ് സ്റ്റോറേജ് വരുന്നത്. ഐപാഡ് ഫസ്റ്റ് ജനറേഷനാണ്. അപ്പോൾ അപ്ഡേറ്റ് കാര്യങ്ങളൊന്നുമില്ല. യൂട്യൂബൊക്കെ വേണമെങ്കിൽ അറിയാമല്ലോ, അതിൻ്റേതായ ആപ്പ് വഴി കയറി നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് കൊള്ളാം, സാധനം കൊള്ളാം, നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഐക്ലോഡൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് ഒരു 5000 രൂപയ്ക്കകത്ത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റിയ സാധനമാണ് ഇതായിരിക്കുന്നത്. ഇതൊക്കെ 5000 രൂപ റേഞ്ചിലേക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയേ. സാധനം കൊള്ളാം, അത്രയേ ഉള്ളൂ. നല്ല സൂപ്പറായിട്ട്. പിന്നെ അത് മാത്രമാക്കണ്ട, ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു 12 ആ റേഞ്ചിനൊക്കെ ആൻഡ്രോയിഡ് വേണമെങ്കിൽ റിയൽമിയുടെ പുതിയ സാധനമാണ്. ഫുൾ വാറണ്ടി, കമ്പനി വാറണ്ടിയോടെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റിയ പോളി സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അതും ഒരുപാടുണ്ട് കേട്ടോ. ഒരുപാട് പീസുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വലിയ ബോക്സ്. പിന്നെ ഐഫോണിൻ്റെ എല്ലാ ബോക്സ് പീസ് വാറണ്ടിയോടെ, കമ്പനി വാറണ്ടിയോടെ ആണെങ്കിലും വാറണ്ടി ഇല്ലാതെ ആണെങ്കിലും അതേ ഒരു മോഡൽ 2 പീസ്. ഇതൊക്കെ കൊള്ളാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ അല്ലേ. 13 Pro Max, 14 Pro Max, ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണമാണെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് ഏത് വിഭവമാണ് ഇഷ്ടപ്പെട്ടത് അത് 1, 2, 3 വിഭവമൊക്കെ ഉണ്ട്. ആവശ്യം പോലെ എടുത്ത് കഴിച്ചോ എന്ന് എനിക്കിത് കാണുമ്പോൾ എനിക്ക് പറയാൻ തോന്നുന്നതാണ്. ഇത് 15 ആണ് കേട്ടോ സാധനം. ഇത് വന്നിട്ട് ഗ്യാരണ്ടിയോടെയും വരും, ഗ്യാരണ്ടി ഇല്ലാതെയും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ. ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ ഷോപ്പ് വാറണ്ടി വരും. എന്തായാലും ഷോപ്പ് വാറണ്ടി ഒരു 10 ദിവസത്തെ ചെക്കിങ് വാറണ്ടി വരും. നിങ്ങൾക്ക് കമ്പനി വാറണ്ടി ബോക്സോടെ വേണമെങ്കിൽ അങ്ങനെയുള്ള ബോക്സ് പീസും ഉണ്ട്. അപ്പം നിങ്ങളുടെ സൗകര്യത്തിന് എടുത്തുകൊണ്ട് പോവാം അല്ലേ. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട്, നിങ്ങൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഒരു ഐഫോൺ നിങ്ങളുടെ പോക്കറ്റിൽ ഇരിക്കും. കയ്യിൽ നിന്ന് കുറച്ച് ക്യാഷ് പോകുന്നേ ഉള്ളൂ, എന്നാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐഫോണും കൊണ്ടേ നിങ്ങളടുത്ത് പോകുക. 13 mini ആണിത്. 13 mini 2 പീസുണ്ട് കേട്ടോ. ഒരേ മോഡലിൽ തന്നെ 2 പീസുണ്ട്. അതേപോലെ തന്നെ 12 മിനിയും 1, 2 എല്ലാത്തിനും 2 പീസ് വെച്ചൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു പീസായിട്ട് നിങ്ങൾ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് വരണ്ട. 2-3 പീസൊക്കെ ഉണ്ട് ഇവിടെ. എല്ലാ ബോക്സ് പീസായാലും 2-3, 13 3-4 പീസൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ആൻഡ്രോയിഡോട്ട് പോവുകയാണെങ്കിൽ ആൻഡ്രോയിഡിൻ്റെ ബോക്സ് പീസ് കമ്പനി വാറണ്ടിയുടെ നത്തിങ് 3A Pro ആണ് സാധനം. ഇത് വന്നിട്ട് ഫുൾ വാറണ്ടിയാണ്, ബോക്സ് പീസാണ്. ഇതാണ് പുതിയ മോഡൽ, ലേറ്റസ്റ്റ് മോഡലാണ് ഗൈസ്. അതാണ് ഫുൾ സീൽഡ് പീസാണ്. കമ്പനി വാറണ്ടിയോടെ തന്നെ നിങ്ങൾക്ക് 1 year വാറണ്ടിയോടെ. വിവോയുടെ ഉണ്ട് കേട്ടോ, Y40 Pro എല്ലാം കമ്പനി വാറണ്ടിയാണേ.